ഈ ഇഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതുണ്ടത് ഈ കാണുന്ന പോർഷൻ ഇത് നമുക്കിത് ഇങ്ങനെ അഴിക്കാനും മുറുക്കാനും കഴിയും. കണ്ടോ? പിന്നെ ബാക്കിലേക്ക് നമ്മൾ അഴിക്കുമ്പോൾ ഡോറ് ഉള്ളിലേക്ക് വരും. ആ സമയത്ത് അത് മുറുക്കുമ്പോൾ ഡോറ് അങ്ങോട്ട് പോകും. പിന്നെ ഇതിനൊരു പരിധിയുണ്ട്. കണ്ടമാനം അത് അഴിച്ചെടുക്കരുത്. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് പോരും. ഒരു പരിധിയുണ്ട്. പിന്നെ ഇത് മുറുക്കുമ്പോൾ ഇത് കറക്റ്റ് ഇത് മുറുകെ ടൈറ്റ് ആവുന്നില്ലെങ്കിൽ ഇതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഉണ്ടോ? ഇത് ലൂസ് ചെയ്തിട്ട് ഇതൊന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ? ഇപ്പം നീ കാണാൻ പറ്റുന്നതേ ഉണ്ടോ? അപ്പോൾ വിചാരി ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോന്നെ. അപ്പോൾ ഡോറ് ഉള്ളിലേക്ക് തള്ളി വരും. തിരിച്ചങ്ങോട്ട് ഇട്ടുന്ന ഡോറ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഡോറ് ഉള്ളിലേക്ക് വരാനുള്ളത് നടുക്ക് ഗ്യാപ്പല്ലേ. അപ്പോൾ ചെയ്യേണ്ടത് ഡോറ് ഉള്ളിലേക്ക് വരണം. അതിന് മുറുക്കി കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് ഫിനിഷ് ചെയ്യണം. ഇത് മുറുക്കി ഫിനിഷ് ചെയ്യണം. ടൈറ്റ് ആകണമെങ്കിൽ ടൈറ്റ് ആകണം. ഡോറ് ഇങ്ങോട്ട് പോരാനായിട്ട് നമ്മൾ മുറുക്കി കൊടുക്കുമ്പോൾ ഇത് ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അങ്ങനെയാണ് ഓട്ടോ ക്ലോസ്ഡ് ഇഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന ഈ സ്പേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളതാണ്. പിന്നെ ഇത് ഈ കാണുന്ന സ്പേസ് ഉണ്ട്. അതേ ഇവിടെ താഴത്ത് ഉണ്ടാവും. ഇവിടെ ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ സ്ക്രൂ നമുക്ക് താഴത്തേക്ക് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ല ആദ്യം ഈ സ്ക്രൂ അല്ല ആദ്യം വെക്കേണ്ടത്. ആദ്യം വെക്കുമ്പോൾ ഇവിടെ സ്ക്രൂ വെക്കണം. ഉണ്ടോ? ഞാനിവിടെ ഈ സ്ക്രൂ ആണ് ഞാൻ ആദ്യം വെച്ചത്. ഈ സ്ക്രൂ വെച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂല് മുകളിലേക്ക് താഴ്ത്താനോ മുകളിലേക്ക് വെക്കാനൊക്കെ നമുക്ക് കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവിൽ സ്ക്രൂ ആദ്യം വെക്കണം. ഇതിൽ നമ്മൾ ഫിനിഷിങ് ആയ ശേഷം മാത്രമേ ഈ രണ്ട് ഹോളിലും സ്ക്രൂ വെക്കാൻ പാടുള്ളൂ. ഓക്കെ.